മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയുടെ കേരള ബന്ധം തേടി NIA. തഹാവൂർ റാണ കേരളത്തിലെത്തിയത് ഭീകരപ്രവർത്തനത്തിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനാണെന്ന് NIAക്ക് വിവരം ലഭിച്ചു. അതേസമയം റാണയ്ക്കും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും ഇന്ത്യയിൽ സഹായം നൽകിയവരെ കേന്ദ്രീകരിച്ച് NIA അന്വേഷണം തുടങ്ങി. ഇരുവർക്കും സഹായം നൽകിയവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തേക്കും. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ വിനീത VG നൽകും ഡൽഹിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ആസൂത്രണത്തിലും അതിൻ്റെ ഓപ്പറേഷൻസിലും കേരള കണക്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു സംശയം NIAക്ക് ഉണ്ടോ? തഹാവൂർ റാണ കേരളത്തിൽ ചെറുപ്പക്കാരെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പരിശീലനം നൽകാൻ റിക്രൂട്ട്മെന്റ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ അങ്ങനെ NIA സംശയിക്കുന്നുണ്ടോ? കേരളത്തിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? കോവിഷൻ 2008 നവംബറിലാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി കൂടിയായ തഹാവൂർ റാണ കൊച്ചിയിലെത്തുന്നത്. ഇയാൾ കൊച്ചിയിൽ ചില തന്ത്രപ്രധാന മേഖലകളുടെയൊക്കെ ഫോട്ടോ എടുത്തിരുന്നു എന്ന് നേരത്തെ തന്നെ NIA കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ നടന്നു. ഇയാൾ കൊച്ചിയിലേക്ക് എത്തിയത് എന്തിനാണ് എന്ന് സംബന്ധിച്ച ചോദ്യം ചെയ്യലൊക്കെ നടന്നതാണ്. അയാൾ കൊച്ചിയിലെത്തി എന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇവിടെ ചില യുവാക്കളെ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി എന്ന് തഹാവൂർ റാണ മൊഴി നൽകി എന്നുള്ളതാണ് NIA അവകാശപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾ ഈ കൊച്ചിയിലെത്തി ആരെയൊക്കെ കണ്ടു, ആരൊക്കെ ഇയാളെ സഹായിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി NIAക്ക് അറിയേണ്ടത്. അതിനുവേണ്ടിയുള്ള അന്വേഷണമാണ് കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് നീട്ടാൻ ഇപ്പോൾ NIA ആലോചിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ 10-18 ദിവസത്തെ കസ്റ്റഡിയുണ്ട്. ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ തഹാവൂർ റാണയുമായി കൊച്ചിയിലേക്ക് അന്വേഷണ സംഘം എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ആദ്യം ഇവിടെ ആരെയൊക്കെ കണ്ടു എന്നും ആരൊക്കെ സഹായിച്ചു എന്നും വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ വീണ്ടും അന്വേഷിക്കാൻ റാണയെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് വിവരം. അങ്ങനെയെങ്കിൽ കൊച്ചിയിലും തഹാവൂർ റാണയെ കൊണ്ടുവന്നേക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. ശരി, വിനീത VG നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, 12 അംഗ NIA സംഘമാണല്ലോ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്യലിനോട് റാണ സഹകരിക്കുന്നുണ്ടോ? അമേരിക്കയിൽ നിന്ന് റാണയെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ റാണ അമേരിക്കൻ കോടതിയിൽ പറഞ്ഞത് ഇന്ത്യയിലെ ജയിലുകൾ അത് ഒരു ആജീവനാന്ത തടവ് ശിക്ഷയേക്കാൾ, ജീവപര്യന്തം തടവിനേക്കാൾ ക്രൂരമാണ് ഇവിടുത്തെ ജയിലിൽ കഴിയുന്നത് എന്നൊക്കെയായിരുന്നു. ഈ അന്വേഷണത്തോടും ചോദ്യം ചെയ്യലിനോടും തഹാവൂർ റാണ സഹകരിക്കുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, NIA ആസ്ഥാനത്ത് ജിക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന സെല്ലിലാണ് റാണയെ പാർപ്പിച്ചിരിക്കുന്നത്. ഈ 12 അംഗ അന്വേഷണ സംഘത്തിന് പുറമെ NIAയുടെ മറ്റ് ഉദ്യോഗസ്ഥർക്ക് പോലും റാണയെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ പോലും അനുവാദം നൽകിയിട്ടില്ല. ഒപ്പം തന്നെ നേരത്തെ ജിക്ക് പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ കോടതിയിലടക്കം നേരത്തെയും റാണ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂടി മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് NIA ആസ്ഥാനത്ത് തന്നെ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന സെല്ലിൽ റാണയെ പാർപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് 3 മണിക്കൂർ മാത്രമാണ് തഹാവൂർ റാണയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് അന്വേഷണ സംഘം തേടിയത്. ഈ പ്രാഥമിക വിവരങ്ങളിൽ പോലും കൃത്യമായിട്ടുള്ള മറുപടി നൽകാനോ അല്ലെങ്കിൽ അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന വിശദാംശങ്ങൾ നൽകാനോ പോലും തഹാവൂർ റാണ തയ്യാറായിട്ടില്ല എന്നാണ് NIA വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തുടർന്ന് ഇന്ന് ചോദ്യം ചെയ്യലുമായി അന്വേഷണ സംഘം വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഈ 12 അംഗ സംഘം മാത്രമാണ് ഈ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന റാണയെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിലേക്ക് എത്തുക. അവിടെ ഈ മറ്റ് CCTV ക്യാമറകളടക്കം നിരീക്ഷണത്തിന് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സെല്ലിൽ റാണ എന്തൊക്കെ ചെയ്യുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിനും അത് നിരീക്ഷിക്കുന്നതിനുമായി പ്രത്യേകമായി 4 ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. NIA ആസ്ഥാനത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഔട്ട്പുട്ടുകൾ അന്വേഷണ സംഘം വളരെ കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും തന്റെ സുരക്ഷയടക്കമുള്ള വിഷയങ്ങളിൽ റാണ നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റാണയുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് NIA സംഘം എത്തിയിരിക്കുന്നത്. ഇതുവരെ ഈ പ്രാഥമിക ചോദ്യം ചെയ്യലുകളിൽ പോലും തഹാവൂർ റാണ സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒപ്പം തന്നെ നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ മുംബൈക്ക് പുറമെ മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും തഹാവൂർ റാണ ലക്ഷ്യമിട്ടിരുന്നുവെന്നാണ് NIA സംഘം പറയുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലുകളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ 3 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്യലുണ്ടായിരുന്നത്. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് അന്വേഷണ സംഘം തേടിയത്. ഒപ്പം തന്നെ തഹാവൂർ റാണയ്ക്കും ഹെഡ്ലിക്കും ഇന്ത്യയിൽ എത്തിയപ്പോൾ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകിയവരെ കുറിച്ചും
നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ തേടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തഹാവൂർ റാണയുടെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിലെത്തിയ ഹെഡ്ലിക്ക് ഒരാൾ സഹായം ചെയ്തു നൽകിയതായി വിവരങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ ആരാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റിയും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇയാൾക്ക് മറ്റേതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ, തഹാവൂർ റാണയുടെ നിർദ്ദേശമനുസരിച്ച് ഇയാൾ ഹെഡ്ലിക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷിച്ചു വരുന്നത്. ഇത് കൂടാതെ തന്നെ ഈ ദുബായിലെ ഉള്ള ഒരാളുമായും തഹാവൂർ റാണ ഈ മുംബൈ ഭീകരാക്രമണം നടത്തുന്നതിന് മുൻപ് ദുബായിലുള്ള ഒരു ആളുമായും കൂടിക്കാഴ്ച നടത്തിയതായും അന്വേഷണ സംഘത്തിന് നേരത്തെ വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നു. ആ വിശദാംശങ്ങളും ഈ തഹാവൂർ റാണയിൽ നിന്ന് തന്നെ അന്വേഷണ സംഘം തേടുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിവരങ്ങൾ നേരത്തെ അറിയാമായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തേടുന്നത്. എന്തിന് ഈ ഭീകരാക്രമണം നടക്കുന്നതിന് മുൻപ് ഈ ദുബായിലുള്ള വ്യക്തിയുമായി തഹാവൂർ റാണ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണയെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. നിരവധി ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. പക്ഷേ പ്രാഥമിക ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ മറുപടി തഹാവൂർ റാണ നൽകുന്നില്ല. ഇപ്പോഴും ചോദ്യം ചെയ്യൽ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ വീണ്ടും അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. GK സൂചിപ്പിച്ചതുപോലെ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ഈ സെല്ലിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ശരി, വിനീത, വിജി, അതോടൊപ്പം തന്നെ ശ്രീകാന്ത് എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്.